ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വന്തം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് രാത്രി നാളെയായിട്ട് OTT പ്ലാറ്റ്ഫോമിൽ റിലീസിനെത്താൻ പോകുന്ന മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ചിത്രങ്ങളുടെ എല്ലാം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച നിരവധി ചിത്രങ്ങളാണ് OTT വഴി റിലീസിനെത്താൻ പോകുന്നത്. അതും വമ്പൻ ചിത്രങ്ങളും വിജയ ചിത്രങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ അക്ഷയ് കുമാറിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രിയദർശൻ അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമായിരുന്ന ഭൂത് ബംഗ്ല എന്ന് പറയുന്ന സിനിമ ഏകദേശം 250 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ നേടിയ ചിത്രം ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കി ഇന്ന് സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ഹിന്ദി പതിപ്പ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് റിലീസിലെത്താൻ പോകുന്ന ഒരു വെബ് സീരീസ് ഉണ്ട്. അരീഫ് ഹസനെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രസിദ്ധ് റോയ് അണിയിച്ചൊരുക്കുന്ന ഏറ്റവും പുതിയ വെബ് സീരീസ് ആണ് റാഖ് എന്ന് പറയുന്ന സീരീസ്. ഇപ്പോഴത്തെ ജൂൺ 12 ഇന്ന് മിഡ് നൈറ്റ് മുതൽ ഈ ഒരു സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ്. രമണി കല്യാണം എന്നാണ് ചിത്രത്തിന്റെ പേര്. സൂര്യ വസിഷ്ഠ, ശ്രീനിവാസ റെഡ്ഡി, ദീക്ഷിത ചന്ദ്രൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വിജയ് അതിരട്ടി ഡയറക്ട് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഇപ്പോഴത്തെ ആഹാസി സൺനെക്സ്റ്റ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ഈ ഒരു ചിത്രം ഇന്ന് മിഡ് നൈറ്റ് മുതൽ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററിലോട്ടെത്തിയ പൊങ്കാല എന്ന് പറയുന്ന സിനിമയാണ്. ശ്രീനാഥ് ബാസിയെ കേന്ദ്ര കഥാപാത്രമാക്കി AB വിനിലായിരുന്നു ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. നിരവധി ആൾക്കാരാണ് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് കാത്തിരുന്നിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം വീഡിയോസ് ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കി ഇന്ന് മിഡ് നൈറ്റ് മുതൽ ഈ സിനിമ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് നൈറ്റ് സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാൽ മലയാളത്തിലുള്ള ചിത്രമാണ്. ഷെയ്ൻ നിഗം കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള ദൃഢം എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഷെയ്ൻ നിഗത്തെ കേന്ദ്ര കഥാപാത്രമാക്കി മാർട്ടിൻ ജോസഫായിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രം ഇന്ന് മിഡ് നൈറ്റ് മുതൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ലിസ്റ്റിൽ നേടിയ കറുപ്പ് എന്ന് പറയുന്ന സൂര്യ ചിത്രം ഇന്ന് മിഡ് നൈറ്റ് മുതൽ സ്ട്രീമിംഗ് നടത്താൻ പോവുകയാണ്. സൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി RJ ബാലാജി അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നല്ലോ കറുപ്പ് എന്ന് പറയുന്ന സിനിമ. 320 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് ഇന്ന് മിഡ് നൈറ്റ് മുതൽ ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഏറ്റവും പുതിയ ടൊവിനോ തോമസ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയതാണ്. അതോടൊപ്പം തന്നെ ഡയറക്ടറിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് അണിയിച്ചിരിക്കുക ദൃശ്യം സീരീസിന്റെ 3ാം ഭാഗം ദൃശ്യം 3യുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി അടുത്ത ആഴ്ച ചിത്രത്തിന്റെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിയേറ്ററുകളിൽ വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ നസ്ലിനെ കേന്ദ്ര കഥാപാത്രമാക്കി അഭിനവ് സുന്ദർ നായിക് അണിയിച്ചിരിക്കിയ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെയൊക്കെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഇന്ന് സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളിൽ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.